നമ്മുടെ എഡിറ്റർ മാമനെ എന്നെ ഫോഴ്സ് ചെയ്ത് ഇവിടെ കൊണ്ട നിർത്തിയേക്കുക. എന്താ കാര്യം എന്നറിയോ, നമ്മുടെ ഗൗരി 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മറന്നു, ഞാൻ ഈ വീട്ടിൽ മോളായി പോയി. ഇപ്പൊ വേണിമോളെ നമുക്ക് ഭയങ്കര ആഘോഷമാണ്, നല്ല രസമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് റീൽസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. കൃഷ്ണവേണി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടറും സ്പെഷ്യലാണ്. പക്ഷെ കൃഷ്ണവേണി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ആരോടും എന്തും തുറന്നു പറയാൻ മടിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിലോട്ട് കൃഷ്ണവേണി എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ ബേസിക്കലി സംസാരിക്കില്ല എന്നല്ല, ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ആളാണ്. എനിക്ക് ആരുടെയെങ്കിലും ഒരു കംഫർട്ട് സോൺ ആയിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കൃഷ്ണവേണി അങ്ങനെ അല്ലേ, ഞാൻ എന്തല്ലയോ അതാണ് കൃഷ്ണവേണി. അപ്പം ഞാനിങ്ങനെ ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ പഠിപ്പിച്ച ക്യാരക്ടറാണ് കൃഷ്ണവേണി. അപ്പം എനിക്ക് ഈ ക്യാരക്ടർ കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു മൂവിമെൽ ഫോർ ദ ഓപ്പർച്യൂണിറ്റി, താങ്ക് യു ഏഷ്യാനെറ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. അപ്പം ഈ ഒരു കൊല്ലം പെട്ടെന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കൂടെ വന്നു പോകുന്നുണ്ട്. ഞാനിവിടെ ആദ്യം വന്നപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് സംസാരിക്കത്തോണ്ട് ആരോടും വലിയ കൂട്ടല്ലായിരുന്നു. എൻ്റെ കാര്യം കഴിഞ്ഞ് മിണ്ടാതെ പോയിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ എല്ലാവരുമായിട്ട് ഒരുപാട് ഫ്രണ്ട്ലിയാണ്. ലൊക്കേഷൻ നല്ല രസമാണ്. നമുക്ക് പിന്നെ വേറെ വീട്ടിലാണ് ഷൂട്ടുള്ളതുകൊണ്ട് നമുക്ക് കൂടുതലും ഹരിച്ചേട്ടൻ്റെ വീട്ടുകാരെ അധികം കാണാൻ പറ്റാറില്ല. അപ്പോൾ അവർ നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ഫംഗ്ഷന് വരുമ്പോഴോ നമ്മൾ ആ വീട്ടിലേക്ക് എന്തെങ്കിലും ഫംഗ്ഷന് വരുമ്പോഴോ നമുക്ക് എന്തോ ഒരു ആഘോഷം പോലെയാണ്. ഞാൻ മറന്നു, ഞാൻ ഈ വീട്ടിൽ മോളായി പോയി. ഇപ്പോൾ മീൻസ് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോക്ക് കുറവാണല്ലോ കല്യാണത്തിന് ശേഷം. അപ്പം ആ വീട്ടിലേക്ക് പോകുമ്പോഴോ ഇല്ല ആ വീട്ടുകാർ നമ്മുടെ പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ആഘോഷമാണ്, നല്ല രസമാണ്, ഭയങ്കര എക്സൈറ്റഡാണ്. നമുക്ക് റീൽസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ആ സമയത്ത്. എനിക്ക് മിക്കപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജൊക്കെ വേണിമോളെ എന്ന് പറഞ്ഞുകൊണ്ട്, ആരും വേണിന്ന് എന്നെ വിളിക്കാറില്ല കൂടുതൽ. മേ ബി അച്ഛൻ എന്നെ വിളിക്കുന്നതുകൊണ്ടായിരിക്കും. മഹാദേവൻ എൻ്റെ അച്ഛൻ, കൂടുതൽ അച്ഛനാണ് വേണിമോളെ എന്ന് വിളിക്കുന്നത്. ശങ്കരേട്ടനെ വിളിക്കാറുണ്ട്. അപ്പം എനിക്കിങ്ങനെ വരുന്ന മെസ്സേജിലൊക്കെ വേണിമോളെ എന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ മിക്ക ആൾക്കാർക്കും റിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും. കൃഷ്ണവേണിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടർ ഒരു ടൈപ്പാണെങ്കിൽ അതവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ത്രൂ ഔട്ട് ജേണി ഒരുപോലെ നിൽക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് ക്യാരക്ടറായിരുന്നു. പക്ഷേ കൃഷ്ണവേണി അങ്ങനെയല്ല. കൃഷ്ണവേണി ആദർശിനെ കണ്ടു തുടങ്ങിയത് ഒരു അടിയിലായിരുന്നു. അടിയിൽ തുടങ്ങി അത് ദേഷ്യത്തിലേക്ക് മാറി, പിന്നെ കരാട്ടെ ചെയ്ത് കോമഡിയായി, പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്തു മാർക്കറ്റിൽ, പിന്നെന്ത് ചെയ്തു നമ്മൾ ഹണിമൂണിന് പോയപ്പോൾ വെള്ളം അടിച്ചു. അപ്പം ഒരു ക്യാരക്ടർ പല ഷെയ്ഡ്സ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സത്യമായിട്ടും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഞാൻ ഇതുവരെ സത്യമായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി തന്നത് കൃഷ്ണവേണിയാണ്. അപ്പോൾ പിന്നെ വൺസ് അഗൈൻ താങ്ക് യു കൃഷ്ണൻ സർ ആൻഡ് മൂവിമിൽ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. 50% ഞാൻ അക്ഷയുടെ എഫേർട്ടാണെങ്കിൽ ബാക്കി 50% എന്തായാലും എഫേർട്ട് ഇട്ടിട്ടുള്ള എൻ്റെ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അന്ന എന്നാണ് എൻ്റെ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ പേര്. ഞാൻ മിക്കപ്പോഴും എനിക്ക് എൻ്റെ പ്രീവിയസ് വേറെ വർക്കൊക്കെ അല്ല, എൻ്റെ പ്രീവിയസ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടാണ് എനിക്ക് അന്നേനെ പരിചയമുള്ളത്. അപ്പം എൻ്റെ ഒരു ടെമ്പോ അവൾക്ക് അറിയാം എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്, ഞാൻ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ പോലും എൻ്റെ ടെമ്പോ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ് അന്ന. സോ എനിക്കൊരു നല്ല സീൻ വരുമ്പം എനിക്ക് എത്ര എക്സൈറ്റ്മെൻ്റ് ആണ്, അതിൻ്റെ 100 എക്സൈറ്റ്മെൻറ്റിലാണ് അവൾ പോയി അത് ഡബ് ചെയ്യുന്നത്. എന്നിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് എന്നോട് അധികം പറയില്ല, അവൾ അത് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഞാൻ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അവളോട് റിവ്യൂ പറയാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ രണ്ടുപേരും ആ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ അവളെ കയ്യിൽ നിന്ന് ഇടാറുണ്ട്. അപ്പം എനിക്ക് അന്നയോട് താങ്ക് യു, ഒരുപാട് താങ്ക് യു പറയണം ഇത്രയും എഫേർട്ട് ഇടുന്നതിന്. മേ യു ഹാവ് എ വെരി 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 ബ്രൈറ്റ് ഫ്യൂച്ചർ.
ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീന് എനിക്ക് ഹോസ്പിറ്റൽ സീൻ തന്നെയാണ്. ഈ ഇടയ്ക്ക് ആദർശിന് ഇത് പറ്റിയ ആക്സിഡൻ്റ് അല്ലല്ലോ, ആ തലക്കടി കൊണ്ട് ആ സീനിൽ ഞാൻ ഗൗരിയുടെ കൂടെ സംസാരിച്ച ആ ഇതും പിന്നെ ആദർശിന് വയ്യാണ്ടായി എന്ന് പറഞ്ഞപ്പം മീൻസ് കാലിനി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ആ ഒരു മൊമെൻ്റ് ഉണ്ട്. ആ രണ്ട് മീൻസ് ചില സീനിലൊരു പർട്ടിക്കുലർ മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇത്രയും ദിവസം ചെയ്തതിൽ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നല്ല, എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ ഫസ്റ്റ് നൈറ്റ് അല്ല, പക്ഷെ ആ ദിവസത്തെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ നന്ദിനിയമ്മ ഉണർത്താൻ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നന്ദിനിയമ്മേനെ വഴക്ക് പറയും തോന്നുന്നു, എൻ്റെ വീടാന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ആ സീന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലെടുത്ത് കണ്ടോണ്ടിരിക്കും, വെറുതെ ചുമ്മാ ഒരു രസത്തിൽ. ഇതേപോലെ എന്താണെന്ന് വെച്ചാൽ സരിൻ സാറ് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും പുള്ളി നോ ഒരിക്കലും പറയില്ല. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളത് സാറ് പറയും. അത് എനിക്ക് സാറിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി അതാണ്. ഇപ്പം സാർ കടുംപിടുത്തം പിടിക്കില്ലോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയില്ല, നമുക്കൊരു ഫ്രീഡം തരും സാർ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് മീൻസ് എന്തെങ്കിലും കൈ നിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം കോമഡിയുടെ കാര്യം പറഞ്ഞു വന്നത്, ഈ കോമഡി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ ഇപ്പോഴും വിചാരിക്കും ഈ ഓൺ സ്റ്റേജിൽ ചില ആൾക്കാർ സ്പോട്ടിൽ കോമഡി അവർക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നും. ബിക്കോസ് നമുക്കൊക്കെ ആണെങ്കിൽ സീൻ പേപ്പർ കിട്ടും, അത് കിട്ടിയിട്ട് നോക്കി ഇതങ്ങനെ ഇങ്ങനെ ചെയ്യാന്ന് വർക്ക് ചെയ്ത് ചെയ്യുന്നതാണ്. അല്ലാതെ ഈസി ആയിട്ട് ചെയ്തതല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ്. എനിക്ക് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ കണ്ണൻ്റെ കൂടെ തന്നെ നിന്ന് പറയണം. കണ്ണൻ പറയണതിനുള്ള ആൻസർ ഇത്ര നേരം ഞാൻ പറഞ്ഞില്ല. കണ്ണൻ